ചാർജ് ആങ്സൈറ്റി ഉള്ളതുകൊണ്ടാണ് 8,800 റുപ്പീസിന്റെ പെട്രോൾ വേണം. ഇതാണെങ്കിൽ 1,300 അത്യാവശ്യം നല്ല ഡിഫറൻസ് അല്ലേ? 2,500 വേഴ്സസ് 8,800. ഓ നൈസ് നൈസ്. ഒന്ന് നമ്മുടെ യൂണിക്കോണ്ടന്റെ ചോറൂണാണ്. മൈ ചാനൽ കുറച്ച് നാളായില്ലേ എന്നെ കണ്ടിട്ട്. ഞാൻ വീണ്ടും എത്തി. ഇന്ന് വളരെ അടിപൊളിയായി എക്സൈറ്റഡ് ആയി ഞാനും. അയ്യോ വൈഷു അല്ലല്ലോ ഇത്, നായരേട്ടനും. വൈഷു താഴെ കാറെടുക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്, അതും എറണാകുളത്തേക്ക്. ഞാൻ കുറച്ച് അധികം നാളായി എറണാകുളത്ത് പോയിട്ട് സ്റ്റേ ചെയ്തിട്ട്. അപ്പം ഇപ്രാവശ്യം എന്തായാലും ഒരു 4-5 ദിവസം അവിടെ പോയി നിൽക്കാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഒരു 4-4:30 ആയപ്പോഴത്തേക്കും നമ്മളിത് ഇറങ്ങിയിരിക്കുക. ഗൂഗിള് ഞങ്ങള് കാര്യമായിട്ട് സഹായിച്ചിട്ട് ഞങ്ങൾ 2 മിനിറ്റ് സേവ് ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമത്തിലൂടെ ഒരു ഗ്രാമം കുഞ്ഞു അത് മാറില്ല കേട്ടോ. നീ വേണേ സൈഡിൽ കൂടെ പോകാതെ. பசு இருக்கு, மாடு இருக்கு, ஆடு இருக்கு. എഞ്ചിനീയറിംഗ് കോളേജിൽ പോകാൻ കുഞ്ഞു അല്ല വിശക്കണോന്ന് വണ്ടിക്ക് ഇതൊക്കെ വരൂട്ടുള്ള കാര്യം പറഞ്ഞു. നിങ്ങൾ തമിഴ്നാട്ടിൽ ഇവിടെ തമിഴന്മാരായോ? ഗുഡ് ഗുഡ്. ആ പറ. എനിക്ക് വിശക്കണുണ്ട്, നല്ല വിശക്കണുണ്ട്. ഞാൻ മൈലാരിന്ന് കഴിക്കാന്ന് ഓർത്തേക്ക്. മൈലാരി മൈസൂര് നമ്മള് പോകുന്നത് വേറെ ഡയറക്ഷനില്. അപ്പൊ അത് പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? എനിക്ക് വിശക്കണോ? വണ്ടിക്ക് ചാർജിങ് ആവശ്യമുള്ളപ്പോ മാത്രം. വണ്ടിക്ക് വിശക്കുമ്പോഴേ എനിക്ക് വിശക്കാവുള്ളൂ. ഓ മൈ ഗാഡ്. പട്ടിക്ക് എവിടെ എത്തും? ഹൈവേ എത്തപ്പോരെ പേര് ശൂലഗിരി രായക്കോട്ടൈ റോഡ്. മുണ്ട് വരച്ച് തലയിൽ കൊടുക്കുക. ഒരു ഫീൽ ഒന്നുമില്ല ഇപ്പൊ. ബൂസ്റ്റ് മോഡാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇവർ രണ്ടുപേരും വൻ കൗണ്ടർ ആയിരുന്നു കേട്ടോ. ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു പോകുന്ന വഴിക്ക് മുഴുവനും. ഇനി മിഥുൻ ചേട്ടൻ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഇൻട്രോ ആവാം. ഞങ്ങളുടെ കൂടെ ബൈജൂസിൽ വർക്ക് ചെയ്തതാണ് കേട്ടോ. ഇപ്പോഴും വൈഷുവിന്റെ കൂടെയാണ് പുള്ളി വർക്ക് ചെയ്യണത്. വൈഷുവിന്റെ കൊലീഗാണ്. നമ്മൾ പുതിയ കാർ എടുത്തതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ലോങ് ഡ്രൈവ്. കൊച്ചിക്ക് പോകാൻ എന്തായാലും ഒരു 10 to 11 hours എടുക്കുമല്ലോ. അപ്പൊ നമുക്ക് അറിയണമെന്നുണ്ടായിരുന്നു കാറിന്റെ റേഞ്ച് എങ്ങനെയാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ ചാർജിങ് പോയിന്റ്സ് അതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ചാർജിങ് ബ്രേക്കായി. പക്ഷെ അങ്ങനല്ല, ചാർജിങ് ബ്രേക്കായി. ഫസ്റ്റ് ചാർജിങ് ബ്രേക്കായി എന്ന് പറയുമ്പോൾ എന്താ വിചാരിക്കുക? ഫസ്റ്റ് ചാർജിങ്ങിന് കേട്ടിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും ചാർജിനിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് കംപ്ലീറ്റ് വൈശാഖിന്റെ പ്ലാനാണ് കേട്ടോ. പുള്ളി കറക്റ്റായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എവിടെ നിർത്തും, ലഞ്ചിന് എവിടെ നിർത്തും, ഈവനിങ് ഒരു കോഫിക്ക് എവിടെ നിർത്തും എന്നുള്ളത്. കാരണം ചാർജിങ് പോയിന്റ്സ് ഉള്ളിടത്ത് വേണമല്ലോ നിർത്താൻ. അപ്പോൾ അതിനടുത്തുള്ള റെസ്റ്റോറൻറ്റ്സ് എൻറ്റയർ പ്ലാൻ ആശാന്റെ അടുത്തുണ്ട്. അപ്പൊ ഇപ്പൊ കഴിക്കാൻ നിർത്തി, ഫസ്റ്റ് ചാർജിങ്ങിന് നിർത്തിയിരിക്കുകയാണ്. വീട്ടിൽ ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അറിയാലോ 2-3 ദിവസമായിട്ട് പണി നടക്കുകയാണ്. 2 ദിവസത്തെയും കൂടി പെയിന്റിങ് പരിപാടികളുണ്ട്. അപ്പൊ അച്ഛൻ അവിടെ ഉണ്ട്, വൈഷുവിന്റെ. അപ്പൊ അച്ഛൻ വന്ന് നിൽക്കാന്ന് പറഞ്ഞു വീട്ടില്. അപ്പൊ അത് സെറ്റായി. ഞങ്ങൾക്ക് ഈ ആഴ്ച നാട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ, അടുത്ത ഒരു വീക്കെൻഡ്സ് ഞങ്ങൾക്ക് ഒഴിവില്ല. എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടികളായിട്ട് വൈഷു ബിസിയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. പിന്നെ ക്രിസ്മസിന് ഇപ്രാവശ്യം നമ്മൾ എറണാകുളത്തേക്കല്ല കാസർഗോഡേക്കാണ് പോണേ, കാരണം അവിടെ തെയ്യമുണ്ട്. അപ്പൊ അമ്മയും ചിപ്പിയും പപ്പയും മോസ്റ്റ്ലി വരുന്നുണ്ടാവും. അപ്പോ ഈ മാസം ഈ ആഴ്ച വീക്കെൻഡ് പോയില്ലെങ്കിൽ പിന്നെ പോവാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അതായത് എനിക്കാണെങ്കിൽ കുറച്ച് നാളെ ഞാൻ വീട്ടിൽ പോയിട്ട് നിന്നിട്ട്, അതുകൊണ്ട് എനിക്ക് എന്തായാലും വീട്ടിൽ പോകണം പറഞ്ഞിട്ട് അതാണ് ഇപ്പൊ പോകുന്നത്. പിന്നെ അപ്പൊ ഇറങ്ങി നമ്മള്. ഇനി ഒരു 10 മണിക്കൂർ ഡ്രൈവ് ആണല്ലോ കൊച്ചിക്ക്. പക്ഷെ പുതിയ വണ്ടിയുടെ റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ലൈക്ക് എങ്ങനെയാണ് ലോങ് ഡ്രൈവില്. ഇവനെ നമ്മൾ എടുത്തിട്ട് പോയിട്ടില്ലല്ലോ നമ്മുടെ കുട്ടനെ, റെഡ് മോനെ. അപ്പൊ റെഡ് മോനെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് അവന്റെ പെർഫോമൻസ് എന്നുള്ളതെന്ന് ഒന്ന് നമുക്കൊരു പേഴ്സണൽ ഇവാലുവേഷൻ നടത്താനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ അതേ ഇപ്പൊ ഫസ്റ്റ് ചാർജിന് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഒരു ടെൻഷൻ. ചാർജിങ് പോയിന്റിൽ വരുമ്പോഴത്തേക്കും ചാർജസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ആപ്പിൽ നോക്കുമ്പോൾ ചാർജസ് അവൈലബിൾ ആണെന്നാണ് കാണിച്ചത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഫാസ്റ്റ് ചാർജസ് രണ്ടും എന്താ പറയാ യൂസിങ് ആണ് ആൾക്കാർ. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. പക്ഷെ എന്നാലും ഐ തിങ്ക് കുഴപ്പമില്ല. ഇവിടെ അടുത്തടുത്ത് തന്നെ ചാർജേഴ്സ് ഉണ്ട്. അപ്പൊ കഴിക്കാനും കയറാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് വൈഷു ഇവിടെ സെറ്റ് ചെയ്തത്. ഇവിടെ പ്ലാൻ ചെയ്തത്. അപ്പൊ നമുക്ക് നമ്മളൊരു പ്യോർ വെജ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്, സംവേർ ഇൻ തമിഴ്നാട്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുന്ന് ഈ പൂരിയും ബാജിയൊക്കെ കഴിക്കാൻ രാവിലെ. വൈഷു ഒരു വർക്ക് കോൾ ആയിട്ട് പുള്ളി സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നായരേട്ടൻ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. ഇനിയുണ്ടോ നീ ഇത് കഴിക്കാൻ? ഇനി കഴിക്കണ്ടെന്നേലും ഇവിടെയുള്ള മെനു ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് പുള്ളി. ഒരു ഇഡ്ഡലി കഴിഞ്ഞു, മസാല ദോശ കഴിഞ്ഞു, കുറച്ച് പൂരി എടുക്കട്ടെ? കേട്ടോ. കുറെ ചേച്ചിമാരാണ് കേട്ടോ ഇവിടെ സെർവ് ചെയ്യാൻ നിന്നിരുന്നത്. അവരെന്ത് സ്വീറ്റ് ആയിരുന്നു അറിയോ? ഞാൻ ചായ കുടിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്, അവരെനിക്ക് ചായ ആറ്റി തന്നു. പിന്നെ എന്തെങ്കിലും വേണോന്നൊക്കെ ഇടയ്ക്കൊന്ന് ചോദിക്കും. ഭയങ്കര നല്ല പെരുമാറ്റമായിരുന്നു. നല്ല ദോശ അതിനിടയ്ക്ക് പുള്ളി കോൾഡായതൊന്നും പറയില്ല, അടുപ്പത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞ് ഇറങ്ങി. എനിക്ക് എൻ്റെ പേഴ്സണൽ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്താ അറിയോ? ഡിണ്ടിഗൽ ബിരിയാണി കഴിക്കാൻ. ഇവർക്ക് ചാർജിങ് പോയിന്റ് ആണ്. പക്ഷെ ഞാൻ നോക്കുന്ന അതിൻ്റെ അടുത്തുള്ള ഡിണ്ടിഗൽ ബിരിയാണി ഏതാണ്, സ്റ്റാർ ബിരിയാണി ഉണ്ടോ എന്നൊക്കെയാണ്. സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ എൻ്റെ ലഞ്ചും സോർട്ടഡ് ആണ്. ഡിന്നർ പിന്നെ വീട്ടിൽ നിന്നായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് സോർട്ടഡ് ആണ്. സോ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് ഇവിടുന്നുള്ള യാത്ര. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റാർ KFC അല്ലേ കാണുന്നത്? സ്റ്റാർ ബിരിയാണി അവിടെ ബിരിയാണി കഴിക്കാൻ. സ്റ്റാർ ബിരിയാണി വിശക്കണവൻ്റെ വീട് എവിടെയാണ്? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും. അപ്പം നമ്മളിങ്ങനെ എനിക്ക് വിശക്കണോണ്ടല്ല കേട്ടോ, ബേസിക്കലി വണ്ടിക്ക് വിശക്കുന്നോണ്ടാണ് ഇവിടെ നിർത്തണേ. എല്ലാം റെഡി. സ്റ്റാർ ദം ബിരിയാണിയിലാണ്, വിച്ച് ഈസ് ഇവിടുത്തെ അമ്പൂർ ദം ബിരിയാണി. ഓഹോ, which is koi and which is mutton. മട്ടൺ ഒന്നുമില്ല, മട്ടൺ സ്റ്റാർട്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഓ, ഈ ഒരു ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, വല്ലപ്പോഴും ആണ് മലബാർ ബിരിയാണിനേക്കാളും നല്ലതാണോ ഈ ഡിണ്ടിഗൽ ബിരിയാണി, ആമ്പൂർ ബിരിയാണി എന്നൊക്കെ. വല്ലപ്പോഴും കേട്ടോ. പക്ഷെ അതൊരു നല്ല മലബാർ ബിരിയാണി കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് മാറും. ബിരിയാണി എനിക്കിഷ്ടം ബിരിയാണി. അജ്വാനിൽ കയറി കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചിട്ടാണ്. സംതിങ് ഫോർ ദ റോഡ്. വൈഷ്, എങ്ങനെയുണ്ട് XUV9? ഇത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മള് പുതിയ വണ്ടി എടുത്തിട്ട് ലോങ് ഡ്രൈവ് പോണേ. അപ്പൊ എന്താണ്, വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് ഹൗ ഈസി ഈസ് ഇറ്റ്? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മള് ചാർജിങ്ങിനൊന്നും വലിയ കഷ്ടപ്പെടേണ്ടി വന്നില്ല. 2 ചാർജിങ് സ്റ്റോപ്പ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നിർത്തിയപ്പോ ചാർജ് ചെയ്തു, ലഞ്ച് കഴിക്കാൻ നിർത്തിയപ്പോ ചാർജ് ചെയ്തു. അങ്ങനെ ബേസിക്കലി EVന്റെ മെയിൻ ലോങ് പോകുന്നതിന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത് വരിക. ആ പ്ലാൻ അതേപോലെ നടന്നാൽ എവറിത്തിങ് ഇസ് വെരി സിമ്പിൾ. അതായത് ചാർജിങ് സ്റ്റേഷനിൽ സ്പോട്ട് ഉണ്ടാവണം, ചാർജർ വർക്ക് ചെയ്യണം. അതാണ് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ചെറിയൊരു പ്രശ്നം. പക്ഷെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ ചാർജ് ചെയ്യാൻ. അപ്പൊ നമുക്ക് നല്ല സ്പീഡിലുള്ള ഒരു ചാർജ്. ഇപ്പൊ നമ്മൾ 80% ആണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഇന്നലെ ചാർജ് ചെയ്യാൻ ഇട്ടിരുന്നു. ഇന്നലെ നമുക്ക് സൊസൈറ്റിയില് ഫാസ്റ്റ് ചാർജർ കിട്ടിയില്ലല്ലോ. ഫാസ്റ്റ് ചാർജ് കിട്ടിയില്ലെങ്കിൽ 100% ആക്കായിരുന്നു. പക്ഷെ എപ്പോഴും ഫാസ്റ്റ് ചാർജ് ചെയ്യാനും പാടില്ലല്ലോ. ഫാസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അപ് ടു 11 കിലോ AC DC ഡയറക്ട് കറന്റ് ആവണമെങ്കിൽ 11 മേലെ പോണം, 11 സംതിങ്ങിന്റെ മേലെ പോണം. അതായത് അതുവരെ ഈ ഇതിന്റെ ബാറ്ററിക്ക് AC ആയിട്ട് മാറ്റാൻ, ഇതിന്റെ AC ആയിട്ട് എടുക്കാം. അതിന് മേലെ ആണെങ്കിൽ DC ആയിട്ട് എടുക്കും. അപ്പോ ഇതിന്റെ ഹോം ചാർജറിന്റെ 11 സംതിങ് കിലോ വാട്ടും 7 സംതിങ് 2 ഓപ്ഷനാണ് കിട്ടുന്നത്. ഈ പക്ഷെ നമ്മുടെ അവിടെ അപ്പാർട്ട്മെന്റിലുള്ളത് 7.7 3.3 ആണ്. 3.3 വളരെ സ്ലോ ആണ്. അതായത് ബേസിക്കലി 60 കിലോ വാട്ട് ചാർജ് ചെയ്യണമെങ്കിൽ 3.3 ഏകദേശം 20 മണിക്കൂർ എടുക്കും. അങ്ങനെയാണ്. അപ്പോ ഫുൾ 0 to 100 ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ. അപ്പോ ഞാൻ ഇന്നലെ ഏകദേശം ഒരു 40% 45% കുത്തിയിട്ട്
മറ്റേ 7.7 ആയിരുന്നെങ്കിൽ 6 hours കുത്തി കിട്ടും. 7.7 ആയിരുന്നെങ്കിൽ ഈസിലി ഒരു 95% വരെ എത്തിയാണ്. കാരണം പിന്നെ ഇത് 80% വരെ ഏത് ചാർജർ ആയാലും സ്പീഡിൽ ചാർജ് ചെയ്യും. പിന്നെ ആ ചാർജറിന്റെ തന്നെ സ്പീഡിന്റെ ഒരു പകുതിയിലേക്ക് മാറുന്നത് ഓട്ടോമാറ്റിക്കലി എന്ന് വെച്ചാൽ 80 to 100 വളരെ സ്ലോ ആയിട്ടാണ് ചാർജ് ആവുക. ഇപ്പൊ നമ്മൾ 60 കിലോവാട്ടിൽ കുത്തിയിട്ടപ്പോ അതുവരെ 80 വരെ 60 കിലോവാട്ടിൽ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം 31 കിലോവാട്ട്സ് ആയി. അത് ബാറ്ററി പ്രൊട്ടക്ട് ചെയ്യാനാ? ഓൺ നോർമൽ യൂസിന് 80 വരെ ചാർജ് ചെയ്യാനാണ് പറയുന്നത്. 20 to 80 മെയിൻറ്റെയിൻ ചെയ്യുക. 20 ആവാറാകുമ്പോ ചാർജ് ചെയ്യുക, 80ക്ക് മേലെ ചാർജ് ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മള് കൊച്ചി പോകുമ്പോ എത്ര പ്രാവശ്യം ചാർജ് ചെയ്യണം എന്നുള്ളതാണ് ലൈക്ക് ഇതിനിപ്പോ ഒരു 360-380 കിലോമീറ്റേഴ്സ് ആണ് കിട്ടുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു തവണ ചാർജ് ചെയ്താൽ മതി വീട്ടില് ഡയറക്റ്റ് എത്താനാണെങ്കിൽ. അത് ഫുൾ ചാർജിൽ സ്റ്റാർട്ട് ചെയ്ത് 20%-25% ചാർജ് ചെയ്ത ഒരു ചാർജ് ചെയ്താൽ ഡയറക്റ്റ് വീട്ടിലെത്താം. പക്ഷെ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തണം, പിന്നെ ലഞ്ച് കഴിക്കാൻ നിർത്തണം. പിന്നെ വീട്ടിലെത്തുമ്പോ സീറോ, അവിടെ ഇപ്പൊ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലല്ലോ വീട്ടില്. നമ്മുടെ വണ്ടർ കറണ്ട് വന്നാൽ അത് മാറും. പക്ഷെ ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതും കൂടി പ്ലാൻ ചെയ്യണം. 50-60% വീട്ടിലെത്തുമ്പോഴും ബാക്കിയുള്ളത് പോലെ. അതുകൊണ്ട് 2 സ്റ്റോപ്പ് എടുക്കും. അപ്പോ EVയുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഒന്ന് ഈ ചാർജ് ആങ്സൈറ്റി ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ഇത് എടുക്കാത്തത്. അതായത് ചാർജിങ് സ്റ്റേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് മാറിയില്ലേ, ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് ആക്ച്വലി. നമ്മളിപ്പോ രണ്ടും ചെയ്തത് സിയോൺ ആണ്. എക്സ്പെൻസീവ് ആണ് കുറച്ച്, 25-26 പ്ലസ് GST ആണ് തോന്നുന്നു ചാർജ് ചെയ്യുന്നത്. പക്ഷെ റിലയബിൾ ആണ്. ബെറ്റർ ദാൻ പെട്രോൾ അടിക്കുന്നത് അല്ലേ? 100%. പെട്രോൾ അടിക്കുന്നതിന്റെ ഒരു 40% കോസ്റ്റ് വരും. നമ്മൾ എത്ര നീ കാൽക്കുലേറ്റ് ചെയ്തില്ലായിരുന്നു? അപ്പൊ നീ ഒരു മാസം പെട്രോൾ വേഴ്സസ് ഇലക്ട്രിക് ഇതാണെങ്കിൽ ബേസിക്കലി നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ 7.7 കിലോവാട്ടിന്റെ ചാർജറിന് ഇൻക്ലൂഡിങ് GST 21 rupees ആണ് വരുന്നത്. അതായത് ഞാനിപ്പോ ഒരു 100%, അതായത് 60 കിലോവാട്ട് 60 കിലോവാട്ടിൽ ഇതൊരു 360 കിലോമീറ്റർ ആവറേജ് ഓടും. അപ്പൊ എന്റെ മാസമുള്ള ഓട്ടം ഏകദേശം 800 കിലോമീറ്റേഴ്സ് ആണ്. സിറ്റിയിൽ ഒരു 10 കിലോമീറ്റർ മൈലേജ് കിട്ടും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 80 liters ഓഫ് ഇത് വേണം. അതായത് 8,800 rupeesന്റെ പെട്രോൾ വേണം. ഇതാണെങ്കിൽ ഇങ്ങനെ ഇത്രയും ചാർജ് ചെയ്യാൻ 60 into 21, അതായത് ഒരു 1,300 അത്യാവശ്യം നല്ല ഡിഫറൻസ് അല്ലേ? 2,500 വേഴ്സസ് 8,800. നൈസ്. അപ്പൊ ഇതാണ് നമ്മളുടെ EVനെ കൊണ്ടുള്ള സോഫാർ. നമ്മുടെ 2-3 മാസമായിട്ടില്ല, 2 മാസമായി നമ്മൾ എടുത്തിട്ട്. എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ലൈക്ക് ഓൺ ഹൈവേസ് ആൻഡ് സിറ്റി? ഇതിന്റെ മൈലേജ് പറയുന്നത് എന്താണ്, കമ്പനി പറഞ്ഞ അങ്ങനെയല്ല, കിലോമീറ്റേഴ്സ് പെർ കിലോവാട്ട് അവർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ലിറ്റർ അല്ലല്ലോ, ഒരു കിലോവാട്ട് അവറിന് എത്ര ഓടുന്നു. ഇപ്പൊ ഇതില് കാണിക്കുന്നത് 9.8 ആണ്. അത്ര കിട്ടൂല. ഒരു 6 to 7 കിട്ടിയാൽ നല്ലതാണ്. 6 കിട്ടിയ 60 കിലോവാട്ടിന് 360, 7 കിട്ടിയാൽ 420. അതിന്റെ ഇടയിൽ ഒരു 6.5 ഒക്കെ കിട്ടിയാൽ വളരെ നല്ലതാണ്. അതായത് ഒരു ഫുൾ ചാർജ് 400 കിലോമീറ്റേഴ്സ് ഓടും. നല്ല മൈലേജ് ആണ്. അതാണ് നമ്മളുടെ ഫീഡ്ബാക്ക് അബൌട്ട് EV. നമുക്ക് നല്ല എക്സ്പീരിയൻസ് അല്ലേ? അല്ലേ? വെരി വെരി കൺവീനിയന്റ്, വെരി ആൻഡ് വെരി സ്മൂത്ത് ഓൾസോ ടു ഡ്രൈവ് അല്ലേ? നമ്മൾ 6-7 മണിയാവുമ്പോഴാണ് വീട്ടിലെത്തുക. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് മാർവലായിട്ടുള്ള കുതിരാൻ ടണൽ നമ്മൾ ക്രോസ് ചെയ്യുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇതാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലോങ്കസ്റ്റ് ഇങ്ങനത്തെ ക്ലോസ്ഡ് ടണൽ എന്നുള്ളത്. ഇതൊരു ട്വിൻ ട്യൂബ് 6 lane ഹൈവേ തന്നെയല്ലേ ചെയ്തിരിക്കണേ. അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എത്ര ട്രാവൽ ടൈമല്ല റെഡ്യൂസ് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്കുള്ള. ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞ മാവല് തന്നെ. എത്ര നേരം എടുത്തിരുന്നു? കൊറേ നാളായി ഇതിന്റെ പണിയില്ലേ? വീണ്ടും നമ്മളൊരു ചാർജിങ് സ്റ്റേഷനിൽ കയറി. ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടപ്പോ അടുത്ത സ്റ്റോപ്പ് വൈഷ്ണു ഭയങ്കര ഉറക്കം വരണം. അപ്പൊ നമ്മൾ അടുത്തൊരു കോഫി കുടിക്കാൻ നോക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസ് നോക്കി വന്നപ്പോ ഉണ്ട് ദേ കിടക്കണോ മുറ്റത്തൊരു ചാർജർ. അതുകൊണ്ട് നമ്മളത് ചാർജ് ചെയ്തിട്ട് പോവാന്ന്. ഇനി അധിക ദൂരം ഇല്ല കേട്ടോ, നമ്മൾ ദാ എത്തിപ്പോയി നമ്മുടെ എറണാകുളം. എന്താണ് ഇന്ത്യൻ കോഫി ഹൗസിനെ കൊണ്ടുള്ള ഹൈപ്പ്? എന്താണ് എന്താണ്
അതാണോ മെയിൻ? പിന്നെ പിന്നെ ബീറ്റ്റൂട്ടുള്ള एक्स्ट्रा चार्जेस होता है? आलवा मेट्रो स्टेशन के नीचे उधर वो है ना पेनी तीचा खाना है तो खाऊंगा थोड़ा कीड़ा तुम हो जाए तो വരുമ്പോഴത്തേക്കും थोड़ा 3 बिस्को 3 बिस्को प्लीज. ज्यादा नहीं है ना सुशी के वो വന്നു നമ്മൾ ചിക്കൻ ആൻഡ് ബീഫ് കട്ട്ലറ്റ് പറഞ്ഞു കേട്ടോ. ഒരു കട്ട്ലറ്റിന് ഹൈപ്പ് കൊടുക്കാനുണ്ട്. കൊള്ളാം. അങ്ങനെ ഞങ്ങളിത് എറണാകുളം എത്തിയിരിക്കുകയാണ്. ഇനി ശരത്തേട്ടനെ കാണും കേട്ടോ. ഈ മുതലിനെ ശരത്തേട്ടനോട് പാക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോവാൻ. ഇപ്പൊ ശരത്തേട്ടൻ്റെ എത്തിയിട്ടുണ്ട്. അപ്പൊ ശരത്തേട്ടൻ ആരാന്നറിയോ? വൈഷുവിന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റി അല്ല കുഞ്ഞു? ചൈൽഡ്ഹുഡ് ബെസ്റ്റിയാണത്. ആ ബെസ്റ്റീന്റെ മോന്തി ഒന്ന് കാണട്ടെ. ഈ മുതലിനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. തരൂ എന്റെ സാധനം. ഇതാണ് നമ്മളുടെ ഫേവറേറ്റ് സാധനം. താങ്ക് യു. വാ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ശരത്തേട്ടനെയൊക്കെ എത്ര കൊല്ലമായിട്ട് എനിക്കറിയാം. ഐ മീൻ വൈഷുവിനെ കിട്ടിയ ആ സമയത്ത് തന്നെ കിട്ടിയതാണിത് ഇവരെയൊക്കെ. പക്ഷെ വൈഷുവും ശരത്തേട്ടനും നമ്മൾ 25 അല്ല 30 കൊല്ലത്തിന്റെ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോ കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ. എനിക്ക് പണ്ടേ അങ്ങനെ തീറ്റ കണ്ടാ കിടക്കത്തില്ല. അപ്പൊ ടാറ്റ, ബൈ ബൈ, പാക്കലാം. 9 മണിയാകുമ്പോഴോ കടന്ന് അവിടെ ഞാൻ പറഞ്ഞത് ഉറപ്പല്ലേ? 9 മണിക്ക് പേട്ടയില്. ഞങ്ങളിപ്പോ എത്തുമ്പോ എത്ര മണിയാവുന്ന വെച്ചിട്ടാ? 7 മണിയാകുമ്പോൾ നിങ്ങൾ വീട്ടിലെത്തും. 7 മണിയായിട്ട് 9 മണിയാകുമ്പോ നമ്മൾ തിരിച്ച് പിച്ച് ചെയ്യുന്ന. ഞങ്ങള് വീട്ടിലെത്തിക്കോട്ടെ, എന്തിനു തിരിച്ചിറങ്ങാതെ. ഞാനതാ ശരത്തേട്ട് ഇപ്പൊ ഒന്ന് തട്ടിയിട്ട് എന്ത് കാണിക്കുന്നൊക്കെ ചോദിച്ചു. ഞാൻ പേടിച്ചു പോടാ. അവര് പോയി. അങ്ങനെ പുള്ളീനെ പാക്ക് ചെയ്ത് വിട്ടു നമ്മുടെ വീട്ടിലേക്ക്. അമ്മയും അപ്പയും കുറച്ച് നേരമായിട്ടോ വിളിച്ച് അന്വേഷിച്ചു നമ്മൾ എവിടെ എത്തി. അവരോർത്ത് ഞങ്ങൾ ലഞ്ചിന് എത്തുമെന്ന്. നമ്മൾ ലഞ്ച് പോയിട്ട് ഡിന്നറിന് എത്തിയാൽ നല്ലത്. അല്ല 6 മണി ആയിട്ടുള്ളൂ. ഒരു 6:30 അല്ലെ 7 മണിയാകുമ്പോഴത്തേക്ക് 7 മണിക്കുള്ളിൽ വീട്ടിലെത്തണം. പോകുന്ന വഴിക്ക് ചിപ്പി വയലിൻ ക്ലാസ്സിന് എവിടെയോ പോയിട്ടുണ്ട്. അപ്പോ ഐ മീൻ ചങ്ങമ്പുഴ എവിടെയോ വയലിൻ ക്ലാസ് കഴിഞ്ഞിട്ട് നിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ചിപ്പിനെയും കൂട്ടിയിട്ട് നമുക്ക് പോവാം. വണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവിടെ ചിപ്പി ഇവിടെ വന്ന് നിന്നിട്ട് ഡിറക്ഷൻ പറയാൻ വന്ന് നിൽക്കുകയാണ്. ഡിഫിക്കൽട്ടാ പാടല്ലേ? ബുദ്ധിമുട്ടാണല്ലേ? ഇതൊക്കെ ഈ വഴിയോ? ഈ വഴി അമ്മയപ്പ അവിടെ നോക്കിയിരിപ്പുണ്ട് കേട്ടോ. കാരണം ഇതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് ഇങ്ങോട്ട് കയറ്റുക എന്നുള്ളത്. നമ്മള് ഗേറ്റിന്റെ വീതി കൂട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും പാടാണ്ട് അടിച്ചുകൊണ്ടിരിക്കുക സെൻസേഴ്സ് ഒടിച്ചു കയറ്റി. കൺഗ്രാറ്റുലേഷൻസ് മൈ ബോയ്. കഷ്ടപ്പെട്ടു പോയി. ഇത്ര നേരം ഓടിച്ചാൽ ഇത്ര സ്ട്രെസ് തോന്നിയിട്ടില്ല. എപ്പോഴാണ് പുള്ളിക്ക് സ്ട്രെസ് തോന്നിയത് ഇത് കൂടെ കയറ്റിയപ്പോ. എന്താണ് മാങ്ങാക്കൊലയും കൂടെ പറഞ്ഞത്. ഹായ് മാ, എന്താണ് വിശേഷം? ഇത് വേറൊരാൾ അവിടെ ഒന്ന് നോക്കണു. ആരടാ അത്? 5 minutes. ഓക്കെ പിന്നെ യെസ്, നോക്ക് നമ്മളുടെ എൻഗേജ്മെന്റ് ഫോട്ടോ. ഭയങ്കര ഇഷ്ടമായി ഫോട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അമ്മയെടുത്ത് ഫ്രെയിം ചെയ്തത്. ഞങ്ങളുടെ പണ്ടത്തെ ഒരു ഫോട്ടോ ആണ്. നോക്കി നമ്മുടെ കോലങ്ങള്. ആന്നേ, ഇത് നമ്മുടെ എൻഗേജ്മെന്റിന്റെ ഫോട്ടോ. വെറുതെ ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള ഒരു ഷോ മാത്രം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ. ഇപ്പൊ തന്നെ അമ്മയുടെ നെറുനീണ്ടി സർബത്ത് അല്ലമ്മ. പിന്നെന്താണ് നറുനീണ്ടിന്നാ ഞാൻ പറഞ്ഞത്. പിന്നെന്താണ്? അല്ലെന്ന അതെന്താണ്? ഉണ്ണിയപ്പം മീൻസ് പ്രസാദം. 120 കിലോവാട്ടിന്റെ ആണെങ്കിൽ 1/2 മണിക്കൂർ മതി നമുക്ക് ചാർജിങ്, ഫുൾ ചാർജ് ആവാൻ. അപ്പൊ കഴിക്കുമ്പോ എവിടെയും കഴിക്കാൻ കയറുമ്പോ ഇട്ടിട്ട് പോവാ. കഴിച്ചു വരുമ്പോഴത്തേക്കും സെറ്റ്
ഫുൾ ചാർജ്. അപ്പൊ അവിടെ പോയാലും നമ്മള് പെട്രോൾ പമ്പിന്റെ ഇതിന്റെ ഇതുണ്ടല്ലോ, ഇതിന്റെ ഇത് ചാർജ് ചെയ്യാം. അപ്പൊ നമ്മളെ ചാർജർ തന്നെ വേണം. അവരുടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, നമ്മുടെ ചാർജർ വേണം. ചാർജിങ് സ്റ്റേഷൻ ഓ ശരിയാ, അവരുടെ ചാർജർ ഉണ്ട്, അത് എടുത്ത് കുത്തിയാ മതി. ശരി തന്നെ, വേണ്ട. എനിക്ക് കുറച്ച് പണിയുണ്ടായി കേട്ടോ വന്നിട്ട്, അതുകൊണ്ടാണ് ആകെ തിരക്കായി പോയി. വന്നിട്ട് ഒന്ന് സെറ്റിൽ ആവാനുള്ളൊരു തിരക്ക്. നമ്മൾ ഇപ്പോൾ ഡിന്നറിന് ഇരിക്കുകയാണ്. അമ്മ നല്ല സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്, മിക്സ്ഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് അമ്മയുടെ സ്പെഷ്യൽ. പല സ്പെഷ്യലുകളിൽ ഒരു സ്പെഷ്യൽ അതാണ് ഇത്. ഇതൊരു മരുമോൻ സ്പെഷ്യൽ തന്നെയാണെന്ന് പറയാൻ കാരണം വൈഷ്ണവിന് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് ഫ്രൈഡ് റൈസ്. അങ്ങനെയുണ്ട് അമ്മയമ്മാസ് ഫുഡ്. അമ്മയെ നമ്മളോട് കഴിക്കുക. ചിപ്പി കഴിച്ചു, അപ്പയും കഴിച്ചു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഫിനിഷ് ചെയ്യാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ നമുക്ക് രാവിലെ എണീറ്റ് പോകാനുണ്ട്. ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായി തുടങ്ങിയിട്ട്. അമ്മ എന്നെ ഉടുപ്പിക്കുക എനിക്കത് ഇഷ്ടപ്പെടില്ല എന്നല്ല, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. അപ്പൊ മാറ്റണോ? കുറേ കൂടുതൽ ഇവിടെ വരെ ഉണ്ട്, താഴെ വരെ. കൺമിഷൻ എത്ര നാളായി കൺമിഷയൊക്കെ ഇട്ടിട്ട്. ഹലോ രാവിലെ എണീറ്റ് ഒരു 5-5:30 ആയപ്പോൾ എണീറ്റ് ഉടുത്തൊരുങ്ങി നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് അറിയോ? അറിയില്ലെങ്കിൽ കാണൂ ബാക്കി. ഞങ്ങള് 6:45 ആകുമ്പോ ഇറങ്ങി. ഒരു 9:15 ആണ് ETA കാണിക്കുന്നത്. ട്രാഫിക് ഡിപ്പെൻഡിങ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. എന്താണ് കേട്ടില്ല? ഞങ്ങൾ ഇന്ന് ലൈറ്റ് ആയിട്ട് കഴിച്ചു, ഒരു പഴം കഴിച്ചു. നിങ്ങൾ എപ്പോഴാ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല നമ്മൾ ആ സമയത്ത് എത്താൻ ചാൻസ് ഇല്ല. വിഷ്ണു ആണ് കേട്ടോ വിളിച്ചത്. വിഷ്ണുവിന്റെ പേര് ഫോണിൽ സേവ് ചെയ്തിരിക്കണം, ഭയങ്കര രസമാണ്. തനി വിഷ്ണു എന്നാണ്, ആൻഡ് തനി ഐഷുവിനെ സേവ് ചെയ്തിരിക്കണേ. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എത്തുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പുള്ളി വിളിച്ചത്. നമ്മളിതേ പോവാണ്, ഗുരുവായൂർക്കാണ് പോകുന്നത്. ഇന്ന് 2 കാര്യങ്ങളാണ് സ്പെഷ്യലായിട്ട്. ഒന്ന് നമ്മുടെ യുവിക്കുട്ടന്റെ ചോറൂണാണ്. എന്തായാലും അവൻ ഇന്നലെ ജനിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്, അവന്റെ ചോറൂണായി ഓൾറെഡി. രണ്ടാമത് നമ്മൾ പുതിയ കാറ് മേടിച്ചിട്ട് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു ഗുരുവായൂർ ഒന്ന് കൊണ്ടുപോകണം എന്ന്. അപ്പോ രണ്ടും ഇന്നാണ് നടക്കുന്നത്. സോ അതിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അമ്മയും ചിപ്പിയും വരേണ്ടതായിരുന്നു നമ്മളുടെ കൂടെ, പക്ഷെ ഇന്ന് അവർക്ക് വേറെ എന്തൊക്കെയോ പരിപാടികളുള്ളത് കാരണം ഇതൊന്ന് മാറ്റി വെക്കേണ്ടി വന്നു. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ ഗുരുവായൂരപ്പൻ വിളിക്കുമ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ അവർക്ക് ചിലപ്പം ആ ഒരു വിളി വന്നിട്ടുണ്ടാവില്ല. എനിക്ക് എന്തായാലും വന്നു. ഞാനും വൈഷും പോവാണ് അല്ലേ. അപ്പോ പിന്നെ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് 2-3 കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിത് അതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഇറങ്ങി 6:45 ആയപ്പോ ഇറങ്ങി കേട്ടോ. കാരണം 9 മണിക്കും 10 മണിക്കും ഇടയ്ക്കാണ് ചോറൂണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു 9:30 ആകുമ്പം എത്താം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് തന്നെ ആയിരിക്കും നമുക്ക് ലഞ്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. സോ ഇതാണ് പ്ലാൻ. ഞാനാണെങ്കിൽ കുറെ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നതാണ് വീട്ടിൽ വന്ന് 2 ദിവസം നിൽക്കണം. ഇങ്ങനെ വിചാരിച്ച് അങ്ങനെ വന്ന് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ രാത്രി കയറി കഴിഞ്ഞാൽ രാവിലെ ഇങ്ങോട്ട് എത്തും. പക്ഷെ അങ്ങോട്ട് എത്താനുണ്ടായില്ല. അതായിരുന്നു എൻ്റെ ഒരു ബുദ്ധിമുട്ട്. കാരണം ഓരോ കാര്യങ്ങളായിട്ട് വീട്ടിലിപ്പോൾ പണി നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഇപ്പം ഞാൻ വന്നില്ലെങ്കിൽ അടുത്ത ഒരു വീക്കെൻഡ്സും ഡിസംബറിൽ നമുക്ക് വരാൻ ഒഴിവില്ല. കാരണം ഒരുപാട് കാര്യങ്ങളായിട്ട് ഇത്തിരി കുറെ കാര്യങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ഈ ആഴ്ച എന്തായാലും വരും എന്നുള്ളൊരു കാര്യം നമ്മൾ വിചാരിച്ച് അങ്ങോട്ട് വന്നത്. വീട്ടിൽ പണി നടക്കുകയാണെങ്കിൽ കൂടി പാവട്ടോ അച്ഛനാണ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. അച്ഛൻ 2 ദിവസത്തെ പണിയും കൂടി ഉണ്ട്. അപ്പൊ അച്ഛൻ നിൽക്കാന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും അവിടെ ഉണ്ടല്ലോ, ബാംഗ്ലൂരോ ആതിരഴുത്ത്. അപ്പോൾ അച്ഛൻ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു പണി അവിടെ സൈഡിലൂടെ നടക്കുന്നുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ റീമേഡ് ഓണിയുടെ അടുത്തായിരുന്നു കിടക്കുന്നുണ്ടായത്. ആ ഒരു പണി ആ വഴി നടക്കുന്നുണ്ട്. അതിന് കഴിയാൻ 2 ദിവസം എടുക്കും. അപ്പത്തേക്ക് നമ്മൾ തിരിച്ചെത്താറും ആവും. ഞങ്ങക്ക് എപ്പോഴാണ് നമ്മൾ പോണത്? തിരിച്ച് മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ? സോ മൺഡേ ഞാൻ വൈഷ്ണവിനെ പുഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ വന്നിട്ട് 1 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. ഇന്നലെ വന്നു. ഇനിയിപ്പോ വീക്കെൻഡ് നിന്ന് മൺഡേ രാവിലെ ഇറങ്ങാൻ കഴിഞ്ഞാൽ ടു സൂൺ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് 2-3 ദിവസം കൂടി ഇവിടെ നിൽക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് 2 പേർക്കും വർക്കിന് പോകണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളത് കാരണം അത്ര ലോങ് ടൈം അവിടെ കിട്ടണില്ല എന്നുള്ളതാണ് കംപ്ലൈന്റ്.
പക്ഷെ ഞാൻ ഇങ്ങനെ വൈഷ്ണവനെ പുഷ് ചെയ്തോണ്ടിരിക്കുകയാണ് മൺഡേ എന്നുള്ളതൊന്ന് ട്യൂസ്ഡേ ആക്കുമെന്ന് പറഞ്ഞു, ട്യൂസ്ഡേ പോവാന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന കാരണം ഒരു ദിവസം മുഴുവനും അങ്ങോട്ട് പോകും, ഒരു മോർ ദാൻ ഹാഫ് ഡേ പോവും. കാരണം 12-13 hours എടുക്കും നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്ക് എറണാകുളത്ത് ഡ്രൈവ് ചെയ്താൽ. സോ അങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിലൂടെ ഓടുന്നത്. സോ നമുക്ക് ചോറ് കൊണ്ട് പോയിട്ട് കാണാം. ലേറ്റ് ആയോ നമ്മള് 6:45 ഇറങ്ങിയാ ഓക്കെ അല്ലേ? പക്ഷെ നല്ല കുട്ടപ്പനായിട്ട് കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷർട്ട് കേട്ടോ, കഥകളി അതിന്റെ തന്നെയാണ് മുണ്ടിലെ കാര്യം. ഭയങ്കര രസമുള്ളൊരു കോംബോ ആണിത്. പുള്ളി വൈറ്റ് ഇടുമ്പോ ഞാൻ ബ്ലാക്ക് ഇടണല്ലോ, അതുകൊണ്ട് ഈ ബ്ലാക്ക് എന്താ അറിയില്ല കേട്ടോ, എനിക്ക് ബ്ലാക്കിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഈ ബ്ലൗസ് എൻ്റെ കൂടെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സാരിയുടെ കൂടെയും ഞാൻ ഈ ബ്ലൗസാണ് പെയർ ചെയ്യാറ്. കാരണം എനിക്കിത് ഏത് സമയത്ത് നോക്കിയാലും ഫിറ്റ് ആവുന്ന ഒരു ബ്ലൗസുമാണ് കേട്ടോ. ഇന്നലെയാണ് ഞാൻ ബ്ലൗസിനെ കുറിച്ച് ആലോചിച്ച് ഉതിർത്ത് വയ്ക്കണല്ലോ എന്ന്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന മിക്ക സാധനങ്ങളും എൻ്റെ അല്ല. കമ്മല് ചിപ്പിയുടെ അടുത്ത് അടിച്ചു മാറ്റിയത്, മേക്കപ്പ് പിന്നെ ചിപ്പിയുടെയാണ്, പിന്നെ സാരി ചേച്ചിയുടെ, അണ്ടർസ്കേർട്ട് വരെ ചേച്ചിയുടെയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നുള്ളൂ. പണി നടക്കുന്നതുകൊണ്ട് എനിക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എല്ലാം വലിച്ചു വരിയിട്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് പാക്ക് ചെയ്തിട്ടല്ല ഞാൻ വന്നിരിക്കണേ. അതുകൊണ്ട് ജസ്റ്റ് ഇന്നലെ രാത്രി എടുത്ത് വെക്കുമ്പോൾ ഞാൻ ഓർത്ത് സാരി ഉടുക്കാം, സെറ്റ് മുണ്ട് ഉടുക്കാം, ഗുരുവായൂർ പോവല്ലേ എന്നുള്ളത്. അപ്പോൾ സെറ്റ് മുണ്ട് എടുത്ത് വെച്ചില്ല, പക്ഷെ ബ്ലൗസ് എടുത്ത് വെച്ചു. കാരണം ചിപ്പിയുടെ ബ്ലൗസ് എനിക്ക് കൊള്ളില്ല എന്നറിയാം, അതുകൊണ്ട് അത് മാത്രം എടുത്ത് വെച്ചു. ബാക്കിയൊക്കെ ചിപ്പിയുടെ നടിച്ചു പറ്റി. നല്ല കമ്മലല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കമ്മൽ. എനിക്കത് ഞാൻ ഇത് കൊണ്ടുപോകും. പണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കാതെ ചിപ്പിയെടുത്ത് ഓരോ സാധനം എനിക്ക് പേടിയായിരുന്നു. കാരണം പണ്ട് ഞങ്ങൾ അടിയാവുന്നൊക്കെ പറഞ്ഞാൽ വൻ അടിയാണ്. എന്തെങ്കിലും എൻ്റെ അതെടുത്തു, എൻ്റെ പിന്നെടുത്തു എന്ന് പറഞ്ഞിട്ടല്ല, എൻ്റെ കമ്മലെടുത്തു, എൻ്റെ വളയെടുത്തു എന്നൊക്കെ പറഞ്ഞ് നല്ല അടിയാ. അപ്പൊ ഇപ്പം ഇതൊക്കെ അയാൾ തരുന്നത് തന്നെ വലിയ കാര്യം എനിക്ക് തോന്നണം. നമ്മൾ ഡെഫിനറ്റ്ലി മെച്ചൂർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഞാൻ ഓടിപ്പോയത് യുവീനെ എടുക്കാനാണ് കേട്ടോ. ഐഷു ആ മുറ്റത്ത് എവിടെയോ നിൽക്കറുണ്ടായെന്നാണ് എനിക്കൊരു ചെറുതായിട്ട് അവളെ എവിടെയോ കണ്ട പോലെ ഒരു ഓർമ്മ. ഞാൻ ഓടിപ്പോയി അവനെ എടുത്തു, അവനെ കുറേ കളിപ്പിച്ചു. ഇതെന്തൊരു ഫീലിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലാവണം, എനിക്ക് പറഞ്ഞു തരാൻ പറ്റണില്ല. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു വികാരമാണ് കേട്ടോ. നീ കണ്ടില്ല? നീ കണ്ടില്ല അല്ലേ? ശരിയാണ്. ഇവിടെ ഡിക്കി പോയി നോക്കിട്ട് നല്ല വണ്ടിന്ന്. Come on, UV boy. ഇതാണ് അവന്റെ അവിടെ വെയിലുണ്ട്. ഷോ ചോടുന്നു, നാളെ ബിരിയാണി തിന്നും, തിന്നും. ഇത് ഉവിയാണ്, ഉവി അവന്റെ ചോറൂണ് 10 മണി കഴിഞ്ഞിട്ടായിരുന്നേ. അപ്പൊ ഞങ്ങൾ 4 ആൾക്കാരും കൂടി ഈ അമ്പലത്തിലേക്ക് പോവാൻ ഒരുങ്ങാണ്. അച്ഛനമ്മമാർ സ്ക്വയർ അവർ ഓൾറെഡി അമ്പലത്തിലേക്ക് പോയിരുന്നു. തലമുട്ടണ്ടാ അങ്ങനെ വല്ലാണ്ട് ചൂടത്ത് നിർത്തണ്ട കേട്ടോ, അങ്ങോട്ട് കൊണ്ടുവരും. ഇത് വിഷ്ണു കിട്ടുന്ന കുർത്തിയല്ലേ? ഇതെങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലെത്തി എന്നുള്ള എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല കേട്ടോ. അയാൾ അമ്പലത്തിൽ കയറാൻ വേണ്ടി ഇതൊക്കെ ഊരിയിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനാണല്ലോ ഇത് കുറേ നേരമായിട്ട് മടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. പിന്നെ എന്തായാലും മടക്കി കൊടുത്തേക്കാം. യുവി ഭയങ്കര ഗുഡ് ബോയ് ആയിരുന്നു കേട്ടോ. അവൻ കരയാണ്ട് നല്ല സുങ്കുട് കുട്ടപ്പനായിട്ടിരിക്കുകയാണ്. നമ്മള് ചോറ് കൊടുത്തു കഴിഞ്ഞു. തുലാഭാരത്തിന്റെ സമയമായി കഴിഞ്ഞപ്പോക്കെ അവിടെ നട അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് പോയി ഇനി ലഞ്ച് കഴിച്ച് വന്നിട്ട് തുലാഭാരം ചെയ്യാം എന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. അത് മുഴുമിപ്പിച്ചില്ല. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം വീക്കെൻഡും കൂടിയല്ലേ. ആടാണ് സോഡ് കഴിച്ചത്. എന്താ അവന് പായസം കൂടി കഴിച്ചപ്പോഴേ അവൻ അങ്ങോട്ട് ആക്രാന്തം പിടിച്ച് കൈയൊക്കെ വിരലൊക്കെ ഇതാ വഹിക്കണോ. നല്ല ഭംഗിയായിട്ട് ചോറൂണായി കഴിഞ്ഞു. ആ പായസം കുടിച്ചപ്പോഴേ അവർ ഇങ്ങനത്തെ ഫ്ലേവേഴ്സും ഉണ്ടോ ജീവിതത്തിൽ എന്നുള്ളൊരു അന്തം വിട്ട എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിന് പോവാം. ലഞ്ചിന് പോണിക്ക് മുന്നേ ഇവർക്ക് തിരിച്ച് അവർ നിൽക്കുന്ന വില്ലയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ അങ്ങോട്ട് പോവുകയാണ്. ഭയങ്കര ചവിട്ട് ഉവി മാമനെ. ആരാണ് ചവിട്ടുന്നത് മാമന്? ഭയങ്കര സംസാരമാണ് ഇവര്. ചോറൊക്കെ കഴിച്ച് ഇച്ചിരി പായസം കുടിച്ചപ്പോഴത്തേക്കും ഫുൾ ഓൺ.
ഇത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഞാനിങ്ങനെ വരുമ്പോഴത്തേക്ക് അവൻ്റെ മൂക്ക് കടിക്കാൻ നോക്കുമായിരുന്നു. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കളിച്ചു. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. പഴയിടത്തിലാണ് ഇവർ സദ്യ പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ യുവിയുടെ ചോറൂണൊക്കെ കഴിഞ്ഞ് നമുക്കിനി ഊണ് കഴിക്കാൻ പോവാട്ടോ. ഞങ്ങള് മാവട്ടെ രാവിലെ തൊട്ട് ഞാൻ പട്ടിണിയാ. രാവിലെ തൊട്ട് എല്ലാവരും ഞാൻ പട്ടിണിയാണ്. ഇവരൊക്കെ എന്തൊക്കെയോ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് പോയി സദ്യ കഴിക്കാം. ഉവിയുടെ ചോറൂൺ സ്പെഷ്യൽ നമുക്ക് സദ്യ. ചെരുപ്പൊക്കെ ഇപ്പോഴും അമ്പലത്തിന്റെ അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ചെരുപ്പ് എടുത്തിട്ടില്ല. അതിന് തിരിച്ചു പോയിട്ട് വേണം എടുക്കാം. അപ്പൊ നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പാൽപ്പായസവും പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും പപ്പിക്കും കൊണ്ടുപോകാൻ. അപ്പോ അതും എടുക്കണം. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ 1 ലിറ്റർ പാൽപ്പായസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ വൈകിട്ട് തുലാഭാരത്തിന് ഇവർ പോകുമ്പോഴത്തേക്കും നമുക്കത് മേടിച്ചിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോവാൻ. ഞാൻ ലാസ്റ്റ് ടൈം നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാനും അമ്മയും ചേച്ചിയും കൂടി ഗുരുവായൂരമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ പഴയിടത്തിൽ വന്നിട്ടാണ് സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ സദ്യ. നീ വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ലല്ലോ, ഫസ്റ്റ് ടൈം. നിങ്ങൾ വന്നിട്ടുണ്ടോ ഇവിടെ? ഫസ്റ്റ് ടൈം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വന്നു. ആണ് നല്ല ഉണ്ട്. ഇവളുടെ അടുത്ത് ഒരു ഫോട്ടോ എനിക്ക് കിട്ടാറില്ല. അപ്പോൾ നമ്മളുടെ യുവയുടെ ചോറൂണ് രാവിലെ കഴിഞ്ഞു. നമ്മുടെ ചോറൂണും കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് ഇവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ഡിസ്റ്റൻസ് ഉണ്ട്. വയ്യ, എല്ലാരും ഭയങ്കര ടയർഡാണ് കേട്ടോ. വൈഷൂടെ വഴി തെറ്റി ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളെ ഞങ്ങള് വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് ഒരു രക്ഷയില്ല കേട്ടോ. വഴി തെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര തലവേദന എടുത്തു കേട്ടോ. നമ്മളിനി 4 മണിക്ക് നടന്നു തുറക്കുള്ളൂ. അപ്പോഴാണ് നമ്മള് പാൽപ്പായസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചിട്ടേ പോകുള്ളൂ ഞാൻ വാശിയില്ല. അത് കുട്ടിച്ചിട്ടേ പോകുള്ളൂ. പക്ഷെ നല്ല പായസമായിരുന്നു കേട്ടോ. പഴയടത്തിന്റെ ഭയങ്കര നല്ല പായസം. അമ്പലത്തിലെ പായസം നല്ലത്. പക്ഷെ പഴയടത്തെ പായസം അവിടത്തെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായില്ലേ? ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ? അതിന് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്തായാലും മേടിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 4 മണിക്ക് ഇവരെ ഡ്രോപ്പ് ചെയ്ത് വന്ന് 4 മണിക്ക് ഇവിടെ വന്ന് മേടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. കുട്ടി ആനന്ദശയനത്തിലാണ്. എണീറ്റ് വന്നോളൂ. വാടാ, തുലാഭാരത്തിന് വേണ്ടേ? ഇപ്പൊ പോയല്ലേ ആവുള്ളൂ. ഞങ്ങക്ക് ഞങ്ങളുടെ പാൽപ്പായസം തണുത്താ. മമ്മി ഡ്യൂട്ടീസിലാണ് കുട്ടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പെട്ടെന്ന് എവിടെയാണെന്നൊക്കെ. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം എന്താ അറിയോ? ഐഷു എന്ത് എഫേർട്ട്ലെസ് ആയിട്ടാണ്, എന്തൊരു ഭംഗിയായിട്ടാണ് ആ ഒരു അമ്മ എന്ന റോള് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങുകയാണ്. ഇനി തിരിച്ച് അമ്പലത്തിലേക്ക് പോവാൻ തുലാഭാരത്തിനുള്ള സമയമാവാറായി. 4 മണിയായിട്ടോ. നമ്മൾ പ്രസാദം മേടിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ കുഞ്ഞിൻ്റെ തുലാഭാരവും ഉണ്ട്. സോ തിരിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ എത്തി. ഇനി നമുക്ക് പ്രസാദം മേടിച്ചിട്ട് പോവാം. ബായ് പറയണോ പൊന്നു? അങ്ങനെ നമ്മൾ കയറി ഒന്ന് തൊഴുതു വെച്ചാൽ പുറത്തുനിന്ന് തൊഴുതു കേട്ടോ. അകത്തേക്ക് നല്ല തിരക്കാണ്. പുറത്തുനിന്ന് ഒന്ന് തൊഴുതു. പിന്നെ പായസം മേടിച്ചു. പുഷ്പാഞ്ജലി കഴിപ്പിച്ച് നമ്മളിതേ ഇറങ്ങിയിട്ടോ. ഐഷുവും വിഷ്ണുവൊക്കെ തുലാഭാരം കുഞ്ഞിയുടെ തുലാഭാരം ചെയ്യാൻ പോയി. അപ്പം നമ്മൾ ഇനി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ് ഇവിടുന്ന്. ഇപ്പം തന്നെ വീടെത്താൻ 3-3.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലേറ്റ് ആവും. രാത്രി നമുക്ക് ശരത്തേട്ടനെ കാണണം. പുള്ളിയോട് ഡിന്നറിന് പോകാൻ ഒരു പ്ലാൻ ഉണ്ട്. സോ നമുക്ക് അതിനെത്തണമെങ്കിൽ ഇപ്പം ഇറങ്ങിയേ പറ്റുള്ളൂ. സോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഭയങ്കര ടയർഡായിട്ടോ. എനിക്കാണെങ്കിൽ നല്ല തലവേദന എടുക്കുന്നുണ്ട്. കാറിൽ കയറിയിട്ട് വേണം കുറച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാൻ. കാരണം ഇന്ന് രാവിലെ എണീറ്റു. ഇന്നലെയും ട്രാവലായിരുന്നു. ഇന്നും രാവിലെ എണീറ്റു. അങ്ങനെ ഉറക്കം ശരിക്കും കിട്ടിയിട്ടില്ലല്ലോ. അതിൻ്റെ ആയിരിക്കും. ഞാൻ തിരിച്ചു വരുമ്പോൾ ഫുൾ ഉറക്കമായിരുന്നു കേട്ടോ. ടാബ്ലറ്റും കഴിച്ചു. കാരണം ഭയങ്കര തലവേദനയായിരുന്നു. തിരിച്ചു വന്നിട്ട് നമ്മൾ ശരത്തേട്ടനെ മീറ്റ് ചെയ്തു. ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കൊച്ചിയിലെ ഒരു ഗ്രിൽ സ്റ്റേക്ക് പ്ലേസ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്.
ഇവരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മറ്റേ പോക്ക് റിബ്സും ബീഫും ഒക്കെ കഴിക്കണായിട്ട് എനിക്ക് കൊതിയാവാറുണ്ടായി. പക്ഷേ എനിക്കിത് വായിൽ വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓക്കാനം വരുന്ന പോലെ. അപ്പം എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും എൻ്റെ മുഖത്ത് നോക്കാണ്ട് ഫുൾ തിന്ന് തീർത്തു. എനിക്കൊരു പൊടി പോലും അല്ല, എൻ്റെ അടുത്ത് വേണോ എന്ന് ചോദിക്കുന്നുണ്ടായിട്ട്, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ അത് കഴിച്ച് പുള്ളിയെടുത്ത് കുറേ നേരം വർത്താനം പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ.